ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീടിൻ്റെ കുറച്ച് താഴോട്ടായിട്ടൊരു പുഴയുണ്ട്. അപ്പോൾ പുഴയിലൊക്കെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഇതാ നമ്മളൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ പുഴ നിറച്ച് വെള്ളം കയറി അങ്ങ് താഴെ പോയിട്ട് നമ്മൾ അലക്കിയിട്ടൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ താഴെ എന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെയാണ്. അപ്പോൾ ഇതാ എത്രയോ വെള്ളം മേലോട്ടേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഭയങ്കരമാക്കപ്പെട്ട ജലനിരപ്പാണുള്ളത്. വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഉരുൾപൊട്ടിയത് കാരണം നമ്മുടെ ഈ തോട് വഴി പുഴയിലും തോടുകളിലൊക്കെ നമ്മൾ വെള്ളം കയറിയിട്ടാണുള്ളത്. വല്ലാത്തൊരവസ്ഥയാണ്. കുട്ടാവ് പുഴ 2-3 വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ വെള്ളമൊക്കെ കയറിയിട്ട് ഒരു വീടുണ്ട് എൻ്റെ അടുത്ത വീടിൻ്റെ ചുറ്റുപാട് ഫുൾ വെള്ളം ഇങ്ങ് റോഡും വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇതിൽ നിന്നൊക്കെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് ശാന്തമാകാൻ വേണ്ടി എല്ലാവരും വിഷമത്തിലാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിലാണ്. അപ്പോൾ മൊത്തം വെള്ളമാണ്. ഈ വീട് കണ്ട, ഈ വീടിൻ്റെ ചുറ്റുവട്ടം മുഴുവനും വെള്ളം 2-3 വർഷത്തിന് മുന്നേ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുട്ടാവ് പുഴയിലെ അവസ്ഥ. കുട്ടാവ് പുഴയിലെ മാത്രം എല്ലാ പുഴയിലും പിന്നെ 4 സെൻറ്റ് സ്ഥലത്ത് കുറച്ച് വീടുകളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട്. വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിലൊക്കെ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. നമ്മളും ദുആ ചെയ്യുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിലാണ്. അപ്പോൾ ഇതാണ് ഈ മഴക്കാലത്തെ ഒരു അവസ്ഥയുള്ളത്. എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികളെയൊക്കെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് ആൾക്കാരിലുണ്ട്, കുട്ടികൾ മാത്രമൊന്നുമല്ല. നമ്മളിങ്ങനെ പുഴയൊക്കെ ഒന്ന് വീക്ഷിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുഴയുടെ അവസ്ഥ, കുട്ടാവ് പുഴയുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇനിയും തന്നെ വെള്ളം കയറാതിരിക്കട്ടെ. ഇതുകൊണ്ട് തന്നെ അങ്ങ് നിർത്തട്ടെ എന്നാണ് ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇനിയും തന്നെ ഇതിൻ്റെ മേലോട്ടേക്കൊന്നും വെള്ളം കയറാതിരിക്കട്ടെ. അപ്പോൾ അതാണ് പ്രാർത്ഥന.